Prove the following using principle of mathematical induction for all n belong to natural number. 3 raised to 3n plus 2 minus 8n minus 9 is divisible by 8 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യമേ പി ഓഫ് എൻ എന്ന് പറഞ്ഞ് എഴുതി. സോ 3 റേസ് ടു എന്താണ് പി ഓഫ് എൻ എന്ന് എഴുതി. 3 റേസ് ടു 2n plus 1 minus 8n minus 9 divisible by 8. ഫസ്റ്റ് സ്റ്റെപ്പ് n 1 പ്രൂവ് ആണെന്ന് കാണിക്കണം. പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 3 റേസ് ടു 2 ടൈംസ് 1 3 റേസ് ടു 2 ടൈംസ് 1 പ്ലസ് 2 മൈനസ് 8 മൈനസ് 9 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 64 വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ എന്താണ്? 8 ആണ്. അപ്പോൾ നമ്മൾ പി ഓഫ് 2 പ്രൂവ് ചെയ്താൽ നമുക്ക് കാര്യമില്ല, നമ്മൾ ജനറലൈസ് ചെയ്ത് പ്രൂവ് ചെയ്യണം. കാരണം പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ 3 റേസ് ടു 4 മൈനസ് 8 മൈനസ് 9 എന്ന് കിട്ടി. 3 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 3 റേസ് ടു 4 മൈനസ് 8 മൈനസ് 9 എന്ന് പറഞ്ഞാൽ 81 മൈനസ് 70 64 ഡിവിസിബിൾ ബൈ 8. ഇനി നമ്മൾ അസ്യൂം ചെയ്യുന്ന കൺസെപ്റ്റ് പി ഓഫ് കെ ട്രൂ ഫോർ സം കോൺസ്റ്റന്റ് കെ. അതായത് 3 റേസ് ടു 2k പ്ലസ് 2 മൈനസ് 8k മൈനസ് 9 ഈസ് ഡിവിസിബിൾ ബൈ 8. ആ വാല്യൂ ഡിവിസിബിൾ ബൈ 8 ആണ്. പ്രീവിയസ് കേസ് പോലെ 8m എന്ന് എഴുതി. 8ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണമെങ്കിൽ ഡിവിസിബിൾ ബൈ 8 ആകത്തുള്ളൂ. പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് കാണിക്കണം. എന്തുകൊണ്ടാണ്? പി ഓഫ് കെ പ്ലസ് 1ൽ എന്ത് വാല്യൂ കിട്ടുന്നോ അത് ഇതുപോലെ 8 ടൈംസ് പി എന്ന് എഴുതാൻ സാധിക്കണം. ഓക്കെ, എന്താണ് ഇത് ട്രൂ ആണെങ്കിൽ ഇത് ട്രൂ ആണെന്നുള്ളൊരു ഐഡിയ ആണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഇത് ട്രൂ ആണ് എന്നുള്ളൊരു ഐഡിയ ഉപയോഗിച്ച്, ഈ ഒരു നോളജ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? കെ പ്ലസ് 1 എന്ന് പറയുന്ന വാല്യൂ ഇതേതാണ്? പി ഓഫ് കെ പ്ലസ് 1 അതൊരു 8 ടൈംസ് പി സംതിങ് എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? അങ്ങനെ എഴുതാൻ സാധിക്കുകയാണെങ്കിൽ അതെന്താണ്? 8ന്റെ എന്താണ് മൾട്ടിപ്പിൾ ആണ്. അതായത് ഇത് ഓൾറെഡി തന്നിരിക്കുന്നു. ഇതേതാണ്? പി ഓഫ് കെ. ഇത് പി ഓഫ് കെ ആണ്. ഇത് ഓൾറെഡി ട്രൂ ആണ് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, ഇത് പി ഓഫ് 1 കറക്റ്റ് ആണ്, പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. ആ ഒരു നോളജ് ഉപയോഗിച്ച് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതായത് ഇതിൽ നിന്നാണ് ഇത് ലിങ്ക് ചെയ്യേണ്ടത്. പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ പി ഓഫ് കെ പ്ലസ് 1 ഇത് സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാ വാല്യൂനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഞാൻ എന്ത് ചെയ്തു? കെ പ്ലസ് 1 എന്നുള്ള വാല്യൂ എന്ത് വരും? എവിടെ കെ വരുന്ന അവിടെ എന്ത് കൊടുക്കുക? കെ പ്ലസ് 1 എന്നിട്ട് കൊടുക്കുക. ശ്രദ്ധിക്കുക, ആ ഒരു പാറ്റേൺ നോക്കുക. ഇവിടെ കെ ഉണ്ട്, ആ കെയുടെ സ്ഥാനത്ത് ഞാനൊരു കെ പ്ലസ് 1 എന്നിട്ടു. ഇവിടെ ഒരു കെ ഉണ്ട്, അവിടെ കെ പ്ലസ് 1 എന്നിട്ട് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? 3 റേസ് ടു 2k പ്ലസ് 2 പ്ലസ് 3 സ്ക്വയർ എന്ന് എഴുതി. എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു 3 സ്ക്വയർ ഉണ്ട്, ഇനി വരും 3 സ്ക്വയർ എന്ന് എഴുതി. മൈനസ് 8k മൈനസ് 8 മൈനസ് 9 എന്ന് എഴുതി. ഓക്കെ, അതായത് 3 റേസ് ടു 2k പ്ലസ് 1 വരും 3 റേസ് ടു 2k പ്ലസ് 2 എന്ന് എഴുതി. ഞാൻ ഇതിനെ എന്ത് ചെയ്തു? സിംപ്ലിഫൈ ചെയ്തു. 3 റേസ് ടു 2k പ്ലസ് 2 പ്ലസ് 2 ആ ലാസ്റ്റ് 2വിനെ ഞാൻ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്തു? ആഡിങ് ആൻഡ് സബ്സ്ട്രാക്ടിങ് 8k and 9. അതായത് നമുക്കൊരു ചുമ്മാ ഒരു വാല്യൂ സബ്സ്ട്രാക്ടിങ് ചെയ്തു. എന്ത് ചെയ്തു? ഇവിടെ ഒരു 8k ആഡ് ചെയ്തു, സബ്സ്ട്രാക്ട് ചെയ്തു, ഒരു കുഴപ്പമില്ല. കാരണം എന്തുകൊണ്ടാണ്? ആഡിങ് ആൻഡ് സബ്സ്ട്രാക്ടിങ് 8k ആൻഡ് എന്താണ്? 9 ആണ്. നോക്കണം. ഓക്കെ, നമുക്ക് ഒരേ വാല്യൂ തന്നെ ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂവിന് എന്ത് വരത്തില്ല? ഒരു മാറ്റവും വരത്തില്ല. അതുകൊണ്ടാണ് ഈ മൈനസ് 8k മൈനസ് 17 അതെവിടെ? മൈനസ് 8k മൈനസ് 17 ആയിട്ട് അവിടെ കിടക്കുന്നു. ഇനി ഈ ബ്രാക്കറ്റിനുള്ളിലാണ്, ഈ 3 സ്ക്വയർ വെളിയിലെടുത്തതിനുള്ളിലാണ്, ശ്രദ്ധിച്ചോണം, ഞാൻ ഇത് ഒരു മൈനസ് 8k പ്ലസ് 8k മൈനസ് 9 പ്ലസ് 9 ഒരു മാറ്റം വരുത്തിയിട്ടില്ല. എന്തുകൊണ്ടാണ്? ശ്രദ്ധിച്ചോണം, ഈ 3 സ്ക്വയർ ആണ് ഈ 3 സ്ക്വയർ. ഈ ഒരു സിംഗിൾ ടേമിനെ ഞാൻ ഇതുപോലൊരു ബ്രാക്കറ്റിലായിട്ട് എടുത്തു. ആ ബ്രാക്കറ്റിനുള്ളിലാണ് ഞാൻ 8k ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്തത്. ആ ബ്രാക്കറ്റ് കാരണം എന്തുകൊണ്ടാണ്? ഈ ബ്രാക്കറ്റ് തന്നെയാണ് ഈ ഗ്രീൻ ബ്രാക്കറ്റ്. 8k ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു, 9 ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. ഈ 3 റേസ് ടു 2k പ്ലസ് 1 വരും, അത് മൾട്ടിപ്ലൈ ചെയ്താൽ 2k പ്ലസ് 2 എന്ന് എഴുതാം. ആ 3 റേസ് ടു 2 ഇനി പകരം എന്താണ്? അതാണ് 3 റേസ് ടു 2 ആയിട്ട് ഞാൻ എന്ത് ചെയ്തത്? സ്പ്ലിറ്റ് ചെയ്തത്. ഓക്കെ, മൈനസ് 8k മൈനസ് 8 മൈനസ് 9 എന്ന് എഴുതി. മൈനസ് 8 മൈനസ് 9 മൈനസ് 17 ആയി. മൈനസ് 8k ഇവിടെ മൈനസ് 8k ആയി. ഈ ഗ്രീൻ ബ്രാക്കറ്റ് ഉണ്ട്, ഞാൻ കുറച്ച് ടൈം എക്സ്ട്രാ കൊണ്ടുപോകണം. ഈ 3 സ്ക്വയർ ബ്ലൂവിലുള്ള ടൈം 3 സ്ക്വയർ ബ്ലൂ ആയിട്ട് തന്നെ വന്നു.
ഓക്കെ, എന്തുകൊണ്ടാണ് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തത്? കാരണം എ റൈസ് ടു എം ടൈംസ് എ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം എൻ, എ റൈസ് ടു എം പ്ലസ് എൻ എന്നുള്ള എ റൈസ് ടു എം ടൈംസ് എൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. ബ്രാക്കറ്റിനുള്ളിൽ -8k + 8k -9 + 9 എന്ന് ഞാൻ എഴുതി. ഓൺ ഫർദർ സിംപ്ലിഫിക്കേഷൻ നമുക്ക് എന്ത് കിട്ടും? -8k -9 ഇവിടെ കീപ്പ് ചെയ്തു. 3² + 8k + 9 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തെടുത്തു. കാരണം ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഈ 8k + 9 ഈ 8k + 9 ഈ 3² കൂടെ ചേരുന്നതാണ്. ഓക്കെ, ബാക്കിയുള്ള ടേം എന്ന് പറയുന്നത് ഏതാണ്? ആ 3² ബാക്കിയുള്ള ആദ്യത്തെ 3 ടേമും കൂടെ ചേരുന്നതാണ് ഇത്. ഓക്കെ, ഓൾറെഡി നമുക്കറിയാം ഒരു 3⁻²k + 2 ഒരു -8k -9 ഉണ്ട്. അതിന് വരെ എനിക്ക് എന്തെന്ന് വിളിക്കാം, 8m എന്ന് വിളിക്കാം. അത് ഉപയോഗിച്ച് ഞാൻ അതിന് വരും ഈ ഉള്ളിൽ കാണുന്ന ടേമിനെ ഞാൻ എന്തെന്ന് വിളിച്ചു, 8m എന്ന് വിളിച്ചു. ബാക്കിയുള്ള ടേമിന് വരും 9 + 8k + 9 -8k -17 എന്ന് എഴുതി. ഓക്കെ, അടുത്തത് 9 × 8k 72k വരും. 9 × 9 81 വരും. -8k -17 വരും. ഇനി ഒന്നുകൂടെ എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. ഓക്കെ, ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ കാണുന്ന ടേമിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിംപ്ലിഫൈ ചെയ്യുന്നത്. സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എത്ര കിട്ടും? 72k -8k 64k എന്ന് കിട്ടും. 81 - 17 64 എന്ന് കിട്ടും. ഒരു 8 വെളിയിൽ എടുക്കുക. 9m + 8k + m എന്ന് കിട്ടും. അതിൽ 8 ടൈംസ് p സംതിങ് നമുക്കല്ല 8 ടൈംസ് r എന്ന് വേണമെങ്കിലും എഴുതാം. അതിൽ 8 ടൈംസ് p ഇവിടെ എഴുതിയിരിക്കുന്നത് 8 ടൈംസ് r. അപ്പോൾ എന്താണ് എഴുതിയിരിക്കുന്നത്? അവിടെ എന്തോ ഒരു നാച്ചുറൽ നമ്പറാണ്. m ഒരു നമ്പറാണ്, ഇതൊരു നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ എന്താണ്, pk + 1 is also true. P of k true ആണെങ്കിൽ എന്താണ്, pk + 1 is true whenever p of k is true. Therefore by principle of mathematical induction p of n is true for all natural numbers of n എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രൂവ് ചെയ്യാം.